ഹായ്, ട്രക്ക് വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. ഇന്ന് ഞാൻ ഒരു മല കയറാൻ വേണ്ടി പോവാണ്. കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജീപ്പിലാണ് ഇന്ന് പോകുന്നത്. മുതുകോര അല്ലെങ്കിൽ കോരമല എന്നാണ് ഈ മല അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. കുറച്ചും കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ചാത്തമ്പ്ലാപ്പള്ളി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. അതുവഴി കയറി റൈറ്റ് കയറി നേരമേലിലേക്ക് പോകണം. ചാത്തമ്പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മുതുകോര എന്ന് പറയുന്ന മലയിലേക്ക് ടേൺ ചെയ്ത് കയറുന്നത്. അവിടെ ഒരു ചെറിയൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പോകുമ്പം ഇതുപോലത്തെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ കുറച്ച് ലേറ്റായി, പക്ഷേ കുറച്ചുകൂടെ വെളുപ്പിനെയാണ് പോയിരുന്നെങ്കിൽ നല്ലപോലെ അടിയിൽ മഞ്ഞ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അടിപൊളി കാഴ്ചയായിരിക്കും അത്. ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൽ നിന്നോ ഏന്തയാറിൽ നിന്നോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പൂഞ്ഞാറിനപ്പുറം കുന്നോന്നി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് ഈ ഒരു മലയിലേക്ക് എത്താൻ സാധിക്കും. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയണം. ഇവിടം വരെ ഉള്ളൂ ടാറിട്ട റോഡ്. അങ്ങോട്ട് പിന്നെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറി, കോൺക്രീറ്റ് റോഡാണ്, ലെഫ്റ്റ് കയറി മേളിലേക്ക് പോകണം. കുറച്ചും കയറി വരുമ്പോഴത്തേക്കും കോൺക്രീറ്റ് റോഡും തീരും, പിന്നെ ഓഫ് റോഡാണ്. ഞങ്ങൾ ജീപ്പ് ഇവിടെ ഇട്ടിട്ട് ഇനി നടന്നു പോകാനായിട്ടാണ്. കാരണം അങ്ങോട്ട് എന്നാൽ ജീപ്പ് ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ജീപ്പ് ഇട്ടിട്ട് മേളിലേക്ക് നടന്നു പോകാനാണ് പ്ലാൻ. ചേട്ടൻ്റെയാണോ രണ്ട് കുട്ടികൾ? പോയിട്ട് വരാവേ. ചേട്ടൻ വരുന്നേ അപ്പച്ചൻ. ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നടക്കാനുണ്ടാവും. പക്ഷേ ഇത്രയും നടന്ന് ആ ഒരു മലയിൽ ചെന്നിട്ട് കാണുന്ന കാഴ്ച അത് അടിപൊളിയായിരിക്കും. അത് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ചങ്ങലയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി വേണം നമുക്ക് കയറിപ്പോകാനായിട്ട്. ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് വണ്ടികളൊന്നും അങ്ങോട്ട് കയറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നടന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതുവഴി നമുക്ക് നടന്നൊക്കെ പോകാം. ഇവിടുന്ന് ഒരു കുഞ്ഞു വഴിയുണ്ട്, നമുക്ക് അതുവഴി നേരെ പോകുന്നത് കറങ്ങി ബംഗ്ലാവിനോട് ചെല്ലും. ഇത് നടക്കുന്ന വഴി. ഇത് നേരെ ബംഗ്ലാവിനോട് തന്നെ ഇല്ല. മറ്റത് വണ്ടി പോകുന്ന വഴി. വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി പോകുന്ന വഴി. നമ്മൾ പോകുന്ന വഴിക്ക് ഫുൾ ഇതുപോലത്തെ പൂക്കളാണ് കേട്ടോ. ആ കാണുന്ന മലയുടെ മേലിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളിയല്ലേ അവിടെ നിന്നുള്ള കാഴ്ചകൾ. അവിടെ നിന്ന് നമുക്ക് 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു ബംഗ്ലാവൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലേ? അതുപോലത്തെ കാടാണ്.
പിന്നെ എടാ ആൾക്കാർ വരുമ്പോഴത്തേക്കും കരിങ്കല്ലും തടിയും കൊണ്ട് മാത്രമാണ് ഭൂരിഭാഗവും കൺസ്ട്രക്ഷൻസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. ബംഗ്ലാവിൻ്റെ റൈറ്റ് സൈഡ് ബാക്കിൽ കൂടെയാണ് ആ ഒരു മലയിലേക്ക് കയറാൻ വേണ്ടി വഴിയുള്ളത്. ഒരു ചെറിയൊരു കയ്യാലയുണ്ട്, അത് ചാടി വേണം അങ്ങോട്ട് പോകാൻ. ഇനി അങ്ങോട്ട് ഫുൾ ഇതുപോലത്തെ പുല്ലുകളാണ് കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് ചെറിയ മുള്ളുണ്ട്, അപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് ചെറിയ രീതിയിൽ കൈ ഇങ്ങനെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചുകൊണ്ട് വേണം നടക്കാനായിട്ട്. വളരെ ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യത്തിൽ താങ്കളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഈ കാഴ്ചകളൊന്നും കാണില്ലായിരുന്നു. അതെ അതെ. അതിന് ആദ്യം തന്നെ താങ്കളോട് വളരെ നല്ലപോലെ മുകളിലേക്ക് കയറണം. അത്യാവശ്യം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മല നമുക്ക് തരുന്നത്. കുറച്ച് കയറി മേലിലേക്ക് വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. പിന്നെ നടന്നു പോകുന്നവർ ജസ്റ്റ് താഴത്തും കൂടെ നോക്കി നടക്കണം. കാരണം പാറക്കല്ലുകളുണ്ട്, അതിൽ തട്ടി വീഴാനും പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എഡ്ജിൽ കൂടെയൊക്കെ നടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നടന്നു പോകാനായിട്ട്. തമാശയും ചളിയൊക്കെ അടിച്ച് പോകുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള മടുപ്പ് നമുക്ക് തോന്നിക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെയും കൂടെ പ്രത്യേകതയായിരിക്കും, നമുക്ക് അതിൻ്റെ മേളിൽ ചെന്ന് അവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയിലാണ് നമ്മളിപ്പം കയറുന്നത്. അപ്പം വലിയ രീതിയിൽ നമുക്ക് മടുപ്പം തോന്നിക്കുന്നില്ല. ഇതാണ് അഡ്വഞ്ചർ. ആ അത് വലിയ അട്ട, മറ്റേ ഇതിലുള്ള പെരുന്തേനട്ട, വലിയ വലിയ അട്ട. അല്ലല്ല, ജീവനുണ്ട്. ഇനി അത്രയും കൂടെ കയറിയാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, ഈ കുറച്ചുകൂടെ കയറിയാൽ മതി, കുറച്ചുകൂടെ കയറിയാൽ മതി എന്ന്. പക്ഷേ ഇതുവരെ അതിൻ്റെ മേളിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. നല്ലപോലെ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം ഓരോ പാറയിലേക്കും പിടിച്ച് ചാടിക്കയറി വേണം ചില സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അപ്പോൾ അത്രയും നമ്മൾ സൂക്ഷിക്കണം. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടുള്ള ഒരു യാത്ര. ഇതൊരു മലയുടെ ഏറ്റവും ഹൈറ്റിൽ, അതിൻ്റെ ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ആ മലയുടെ മേളിൽ കൂടെ വേണം നടന്ന് നമ്മൾ ഇങ്ങോട്ട് എത്താനായിട്ട്. ഫൈനലി ഞങ്ങൾ ആ മലയുടെ ഏറ്റവും മേളിലെത്തി നിൽക്കുവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നമുക്കിവിടെ നിന്ന് ഒരു 360 ഡിഗ്രി വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് ഉറുമ്പിക്കര മല, വാഗമണ്ണ് മല, പിന്നെ അതിൻ്റെ അപ്പർ സൈഡ് ഈരാറ്റുപേട്ട പാല, ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല തെളിവുള്ളൊരു കാലാവസ്ഥയല്ല, ചെറിയ രീതിയിൽ മൂടലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ക്ലിയർ ആവാത്തത്. ഞങ്ങളിപ്പോൾ വന്നതൊരു 7-8 മണിയൊക്കെ ആയി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതണം. അതുപോലെ കഴിക്കാൻ വല്ല സ്നാക്സ് ഐറ്റംസ് വല്ലതും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ കാപ്പിയും ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. രാവിലത്തെ കാപ്പിപ്പൊടി ഇവിടെ ആയിരുന്നു. വെയിലുണ്ടെങ്കിലും നമുക്കധികം ചൂട് അനുഭവപ്പെടുന്നില്ല. ചെറിയ രീതിയിൽ താഴത്തുനിന്ന് കോടയൊക്കെ കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്.
എന്തായാലും ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ മല ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു ഹിൽ ക്ലൈമ്പിങ്. അത്രയധികം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.